ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിൽ എഴുന്നേൽക്കാൻ വേണ്ടിയായിരുന്നു ഹിറ്റ്ലർ പോരാടിയത്. ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ലോകത്ത് ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിയത് സോവിയറ്റ് യൂണിയനായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യം. സോവിയറ്റ് യൂണിയനില് രൂപപ്പെട്ട സോഷ്യലിസ്റ്റ് പരീക്ഷണം 7 പതിറ്റാണ്ട് തോന്നും. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് തകർക്കപ്പെടും. പക്ഷേ അതിന്റെ സ്വാധീനം ലോകത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. തൊഴിലാളികളും മർദ്ദിത ജനവിഭാഗങ്ങളുമെല്ലാം മനുഷ്യരായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ലോകത്തെമ്പാടും രൂപപ്പെടുന്നതിൽ ഈ വിപ്ലവം വഹിച്ച പങ്ക് ചെറുതായിരുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല എന്ന അന്തരീക്ഷം അത് രൂപപ്പെടും. ലോകത്തിന്റെ ജനാധിപത്യ വികാസത്തിനും സാമൂഹ്യ നീതിക്കും വലിയ സംഭാവനയാണ് അത് നൽകിയത്. നമുക്കെല്ലാം അറിയാവുന്നതാണെങ്കിലും ചരിത്രം ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിൽ എഴുന്നേൽക്കാൻ വേണ്ടിയായിരുന്നു ഹിറ്റ്ലർ പോരാടിയത്. ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ലോകത്ത് ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിയത് സോവിയറ്റ് യൂണിയനായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യം. അതാണ് നമുക്കടക്കം ഇന്ത്യ പോലുള്ള 3ാം ലോക രാജ്യങ്ങളിൽ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിന് ഇടയാക്കി. ഇതില് സോവിയറ്റ് യൂണിയനും മാർക്സിസ്റ്റ് ആശയത്തിനും വലിയ പങ്ക് വഹിക്കാനായിട്ട് നമ്മുടെ പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 താഷ്കണ്ടിൽ വെച്ചാണല്ലോ രൂപം കൊണ്ടത്. ആ ആശയം കമ്മ്യൂണിസ്റ്റ് ആശയം നമ്മുടെ രാജ്യത്തെത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം എന്ന പ്രമേയം AICC അവതരിപ്പിക്കപ്പെട്ടു. അന്ന് കോൺഗ്രസിനകത്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയായിരുന്നു ആ പ്രമേയം അവതരിപ്പിച്ചത്. അത് പരാജയപ്പെട്ടു. പക്ഷേ വേറെ വർഷങ്ങൾ കഴിഞ്ഞ് അത്തരം നയത്തിലേക്ക് ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ മാറേണ്ടി വന്നു. ഇപ്പൊ സ്വാതന്ത്ര്യം പ്രാപിച്ച 3ാം ലോക രാജ്യങ്ങളെ എടുത്താൽ അവിടങ്ങളിൽ ജനജീവിതം കെട്ടിപ്പടുക്കുന്നതിനും സോവിയറ്റ് യൂണിയൻ വലിയ സഹായമാണ് നൽകിയത്. നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം എടുത്താൽ വലിയ വ്യവസായങ്ങൾ, ധനവ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് ഒരു സാമ്രാജ്യത്വ രാഷ്ട്രവും
മുതലാളിത്ത രാഷ്ട്രവും സഹായം നൽകാൻ തയ്യാറില്ലേ? ആ ഘട്ടത്തില് സോവിയറ്റ് യൂണിയനാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൻകിട വ്യവസായശാലകൾ തന്നെ നമ്മുടെ രാജ്യത്ത് രൂപം. ഇപ്പോ നാം ലോകരാജ്യങ്ങളിലെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയുടെ അധിനിവേശം പല രീതിയിലാണ് നടക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ലോകത്താകെയുള്ള ജനാധിപത്യവാദികൾ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും ഉണ്ടായിരുന്നെങ്കിൽ വികസിപ്പിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്ക് തിരിച്ചടിയേറ്റെങ്കിലും മൂന്നാം ലോക രാജ്യങ്ങളെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും സാധാരണക്കാരുടെയും ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് അത് നൽകിയ സംഭാവനകൾ വിസ്മരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ്. മാർക്സ് നൽകിയ സംഭാവന ലോക ജനതയുടെ ജീവിതത്തെയും വിമോചനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിരുന്നു. തിരിച്ചടി ഏൽക്കേണ്ടി വന്നപ്പോഴും മാർക്സ് സൃഷ്ടിച്ച ജനകീയമായ അലകൾ ഒരിക്കലും തടയാനായില്ല. ഇപ്പോഴും വിവിധ രൂപത്തിൽ ലോകത്തത് തുടരുകയാണ്. സാമ്രാജ്യത്വം ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്താണ് എന്നത് നാം ആലോചിച്ച് നോക്കേണ്ടത്. മുതലാളിത്തത്തിന്റെ വികസിത രൂപമാണല്ലോ സാമ്രാജ്യം. ഇപ്പൊ സമ്പന്നരെ അതിവേഗം സമ്പന്നരാകും, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാകും. ലോകത്ത് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം 2021 അവസാനത്തോടെ 10 കോടിയാണ് വർദ്ധിച്ചത്. 74 കോടി ആയിരിക്കുകയാണ് പരമദരിദ്രം. ആഗോള ജനസംഖ്യയില് 81 കോടിയിൽ പരം ആളുകൾ പോഷകാഹാരക്കുറവ് അഭിമുഖീകരിക്കുക. പട്ടിണി മൂലം ഓരോ മിനിറ്റിലും ലോകത്ത് മരണമടയുന്നത് 11 പേരാണ്. ഇപ്പൊ മുതലാളിത്ത വ്യവസ്ഥ വർത്തമാനകാലത്ത് നിരവധി ദുരന്തങ്ങളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. മുതലാളിത്ത വ്യവസ്ഥ എന്തെന്ന് വിശദീകരിക്കാനും അതിന്റെ ദൗർബല്യങ്ങളെ ശരിയായ രീതിയിൽ തുറന്നു കാട്ടാൻ പ്രാപ്തമായ ആശയഗതി മാർക്സ് മാത്രമാണ്. അതുകൊണ്ടാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ ആകെ പിടിമുറുക്കിയ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമായി മൂലധനം മാറിയെന്ന് നാം കണ്ടു. മുതലാളിത്ത വ്യവസ്ഥയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബദൽ വ്യവസ്ഥ എന്ന നിലയിൽ ഉയർന്നു നിൽക്കുന്നത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തന്നെയാണ്. മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് സാമ്രാജ്യത്വം ഇപ്പോഴും ആവിഷ്കരിക്കുന്നത്. ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിന് അമേരിക്ക എല്ലാ വേദികളെയും ഉപയോഗപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി ചൈനയുടെ അയൽരാജ്യങ്ങളുമായി സൈനിക സഖ്യങ്ങൾ
രൂപപ്പെടുത്തുന്നതിന് അമേരിക്ക വലിയ ശ്രമമാണ് നടത്തുന്നത്. ക്യൂബക്കെതിരെ ഉപരോധം തുടരുകയാണ്. വടക്കൻ കൊറിയക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വം തുനിഞ്ഞിറങ്ങിയതും ഇതേ കാഴ്ചപ്പാടിന്റെ ഭാഗമായി തന്നെയാണ്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ നീങ്ങുന്നുണ്ട് എന്നാണ് സാർവദേശീയ അനുഭവം. സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്ക് ഏറ്റ തിരിച്ചടി ഒരു പുതിയ സാഹചര്യം ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം, ആഗോളവൽക്കരണ നയങ്ങളുടെ കടന്നുവരവ്, അതൊക്കെ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുകയാണ്. ആ ലോകക്രമത്തിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനാണ് ഓരോ സോഷ്യലിസ്റ്റ് രാഷ്ട്രവും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിന്ന് ആ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായ വഴികൾ അവർ സ്വീകരിക്കുന്നതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ചൈന, ക്യൂബ, വടക്കൻ കൊറിയ, വിയറ്റ്നാം, ലാവോസ് ഇവയെല്ലാം ആ വഴിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉൽപാദനം കഴിയുന്നിടത്തോളം വർദ്ധിപ്പിക്കുക, അത് ജനങ്ങൾക്ക് നീതിയുക്തമായി വിതരണം ചെയ്യുന്നതിനുള്ള ഇടപെടൽ നടത്തുക.